ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് LGS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്ത് എത്താൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമേത്? ആൻസർ പറമ്പിക്കുളം. അടുത്ത ചോദ്യം, ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് സാധുജന ജൂതൻ? ആൻസർ പാമ്പാടി ജോൺ ജോസഫ്. അടുത്ത ചോദ്യം, യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന പവനൻ്റെ യഥാർത്ഥ നാമമെന്ത്? ആൻസർ PV നാരായണൻ നായർ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ആൻസർ K കേളപ്പൻ. അടുത്ത ചോദ്യം, ഏത് വർഷമായിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആൻസർ 1896. അടുത്ത ചോദ്യം, മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി ഏത്? ആൻസർ ദുരവസ്ഥ. അടുത്ത ചോദ്യം, സസ്യാഹാരികളായ പ്രാഥമിക ഉപഭോക്താക്കൾ ഉൾപ്പെടുന്ന പോഷണ തലമേത്? ആൻസർ രണ്ടാമത്തെ പോഷണതലം. അടുത്ത ചോദ്യം, നെല്ലും കളകളും തമ്മിലുള്ള ബന്ധം ഏതിനം ജീവിബന്ധത്തിന് ഉദാഹരണമാണ്? ആൻസർ മത്സരം. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്ന സംഘടന ഏത്? ആൻസർ IUCN. അടുത്ത ചോദ്യം, ഇടത്തരം വിഷാംശമുള്ള കീടനാശിനി പാക്കറ്റുകളിൽ രേഖപ്പെടുന്ന നിറമേത്? ആൻസർ നീല നിറം. അടുത്ത ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയിൽ ഏത് പ്രദേശത്ത് ആരംഭിച്ചതാണ് അബീക്കോ പ്രസ്ഥാനം? ആൻസർ കർണാടകം. അടുത്ത ചോദ്യം, മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമേത്? ആൻസർ ചവണ. അടുത്ത ചോദ്യം, ഒരു കുതിരശക്തി എത്ര എന്നറിയപ്പെടുന്ന അളവെത്ര? ആൻസർ 746 വാട്ട്. അടുത്ത ചോദ്യം, താപനില രേഖപ്പെടുത്താനുള്ള പ്രധാന യൂണിറ്റുകളിൽ ഉൾപ്പെടാത്തതേത്? സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ, ജൂൾ. ആൻസർ ജൂൾ. അടുത്ത ചോദ്യം, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമേത്? ആൻസർ ഓക്സിജൻ. അടുത്ത ചോദ്യം, മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ആൻസർ സ്വർണം. അടുത്ത ചോദ്യം, വിവിധ മസ്തിഷ്ക ഭാഗങ്ങൾ, പ്രധാന ധർമ്മങ്ങൾ എന്നിവ ചുവടെ നൽകുന്നു. ചിന്ത, ഭാവന, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം സെറിബ്രം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് സെറിബെല്ലം. സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ശരിയായ ജോഡികളേവ? ഇവിടെ 1, 2, 3, 4 ശരിയാണ്. അടുത്ത ചോദ്യം, തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴുള്ള രോഗാവസ്ഥ ഏത്? ആൻസർ പാർക്കിൻസൺസ്. അടുത്ത ചോദ്യം, ആഗോള വ്യാപകമായി കണ്ടുവരുന്ന ജന്തുജന്യ രോഗത്തിന് ഉദാഹരണമേത്? ആൻസർ എലിപ്പനി. അടുത്ത ചോദ്യം, ഏത് രോഗത്തിൻ്റെ നിർണയത്തിനായി നടത്തുന്നതാണ് ഷിക് ടെസ്റ്റ്? ആൻസർ ഡിഫ്തീരിയ. അടുത്ത ചോദ്യം, രോഗാണുബാധ പ്രധാനമായും കുടലിൽ ഉണ്ടാകുന്നതിനാൽ എൻജറിക് ഫീവർ എന്നും അറിയപ്പെടുന്ന രോഗമേത്? ആൻസർ ടൈഫോയിഡ്. അടുത്ത ചോദ്യം, പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തത്തിന് പ്രധാന കാരണം ഏതിനം വൈറസുകളാണ്? ആൻസർ ഹെപ്പറ്റൈറ്റിസ് A. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണുക്കളായ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, താഴ്ന്ന രക്തസമ്മർദ്ദം എന്നിവ ഏത് രോഗത്തിൽ സാധാരണമാണ്? ആൻസർ ഡെങ്കിപ്പനി. അടുത്ത ചോദ്യം, ബെറിബറി രോഗം ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്? ആൻസർ തയാമൈൻ. അടുത്ത ചോദ്യം, മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് അനാരോഗ്യത്താലും സാമ്പത്തിക പരാധീനതയായാലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്തതുമായ അവസ്ഥയിൽ അവർക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഏത്? ആൻസർ സ്നേഹപൂർവ്വം. അടുത്ത ചോദ്യം, ആഗ്നേയ ഗ്രന്ഥിയിലെ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമുച്ചയത്തിൻ്റെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ ഇൻസുലിൻ. അടുത്ത ചോദ്യം, ആരുടെ രചനയാണ് ഗുലാംഗിരി? ആൻസർ ജ്യോതിബ ഫൂലെ. അടുത്ത ചോദ്യം, ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലം ചുവടെ പറയുന്നവയിൽ ഏത്? നിസ്സഹരണ സമരം പിൻവലിച്ചു, ഖിലാഫത്ത് സമരം പിൻവലിച്ചു,
കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ദണ്ഡിയാത്ര നിർത്തിവെക്കാൻ തീരുമാനിച്ചു? ആൻസർ കോൺഗ്രസ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത ചോദ്യം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാര്? ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ആര്? ആൻസർ മേയോ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര, ഉപ്പ് സത്യാഗ്രഹം എന്നിവ ഏത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു? ആൻസർ നിയമ ലംഘന സമരം. അടുത്ത ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തിൽ ഇപ്രകാരം അനുശോചിച്ചതാര്? ആൻസർ ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? ആൻസർ വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. അടുത്ത ചോദ്യം, തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് 58 ദിവസത്തെ നിരാഹാരം നടത്തി മരണമടഞ്ഞ സ്വതന്ത്ര സമര സേനാനി ആര്? ആൻസർ പോറ്റി ശ്രീരാമുലു. അടുത്ത ചോദ്യം, സ്വതന്ത്രാനന്തരം ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക മാതൃക ഏത്? ആൻസർ മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്ത ചോദ്യം, 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ആൻസർ കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യം, ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ആയിട്ടുള്ള പ്രാദേശിക പാർട്ടി ഏത്? ആൻസർ തെലുങ്കുദേശം പാർട്ടി. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന നടപടിക്രമം ഏത്? ആൻസർ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. അടുത്ത ചോദ്യം, പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി ഇടവേള എത്ര? ആൻസർ 6 മാസം. അടുത്ത ചോദ്യം, ജനക്ഷേമം മുൻനിർത്തിയുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നതെങ്ങനെ? ആൻസർ നിർദ്ദേശ തത്വങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 6 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതാര്? ഗവർണർ, ലോക്സഭാംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാജ്യസഭാംഗങ്ങൾ. ആൻസർ രാജ്യസഭാംഗങ്ങൾ. അടുത്ത ചോദ്യം, എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം? ആൻസർ 7. അടുത്ത ചോദ്യം, മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ആൻസർ കാറക്കോറം. അടുത്ത ചോദ്യം, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിര ഏത്? ആൻസർ ഹിമാദ്രി. അടുത്ത ചോദ്യം, മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലം ഏത് വിളയ്ക്കാണ് പ്രധാനം? ആൻസർ പരുത്തി. അടുത്ത ചോദ്യം, ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്തെ പ്രധാന കാർഷികോൽപ്പന്നം ഏത്? ആൻസർ ചണം. അടുത്ത ചോദ്യം, എല്ലാ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിലും പങ്കെടുത്തിട്ടുള്ള ഏക രാജ്യമേത്? ആൻസർ ബ്രസീൽ. അടുത്ത ചോദ്യം, നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ അഹമ്മദാബാദ്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരെന്ത്? ആൻസർ വിക്രം. അടുത്ത ചോദ്യം, ഏറ്റവും ഒടുവിലായി മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം പുരസ്കാരം നേടിയതാര്? ആൻസർ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടനാര്? ആൻസർ PJ ആൻ്റണി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നാളെ രാവിലെ വീണ്ടും LGS എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക്